തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികനെ ഇടിച്ച് കൊലപ്പെടുത്തിയ കാർ ഓടിച്ച പാറശാല SHO പി അനിൽകുമാറിനെതിരെ ഇന്ന് തന്നെ വകുപ്പുതല നടപടി ഉണ്ടായേക്കും. അനിൽകുമാറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കും. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാഹനം ഓടിച്ചത് അനിൽകുമാറാണെന്ന് സ്ഥിരീകരിക്കുന്ന ചിത്രം 24 പുറത്തുവിട്ടിരുന്നു. 24 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ സെപ്റ്റംബർ 7 പുലർച്ചെ 4-നും 5-നും ഇടയിലാണ് കിളിമാനൂരിൽ അജ്ഞാത വാഹനമിടിച്ച് വയോധികൻ രാജൻ മരിച്ചത്. അമിത വേഗത്തിൽ അലക്ഷ്യമായി ഓടിച്ച വാഹനം രാജനെ ഇടിപ്പിച്ച് തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയി എന്നായിരുന്നു കിളിമാനൂർ പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. പിന്നീട് CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞാണ് വാഹനം പാറശാല SHO പി അനിൽകുമാറിന്റേതെന്ന് തിരിച്ചറിഞ്ഞത്. തന്റെ വാഹനമാണ് ഇടിച്ചതെന്നും ഇടിയേറ്റ് വീണയാൾ എഴുന്നേൽക്കുന്നത് കണ്ടുവെന്നും അതുകൊണ്ടാണ് വാഹനം നിർത്താതെ പോയതെന്നുമാണ് അനിൽകുമാറിന്റെ മൊഴി. വാഹനം ഓടിച്ചത് SHO തന്നെയെന്ന് സ്ഥിരീകരിക്കുന്ന തിരുവല്ലം ടോൾ പ്ലാസയിലെ ദൃശ്യങ്ങളും 24-ന് ലഭിച്ചു. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. നീതി വേണമെന്ന് മരിച്ച രാജന്റെ സഹോദരി ബേബി ആവശ്യപ്പെട്ടു. ആശുപത്രിയിൽ എത്തിക്കാനുള്ള മര്യാദ പോലും കാണിച്ചില്ല. അധികൃതർ അവഗണിക്കുന്നതായും കുടുംബം. പോലീസായിരുന്നാലും വേറെ ആരായിരുന്നാലും വന്ന് അത് തിരിച്ചു വന്ന് എവിടെയാണ് തട്ടല മുട്ടല ഉണ്ടാ നമുക്ക് ആശുപത്രിയിൽ പോവാം എന്നൊരു വാക്ക് പറയാതെ അവർ കളഞ്ഞിട്ട് പോയപ്പോൾ ഇതൊരു പാവപ്പെട്ട ഒരു കൊച്ചായതിനെ കൊണ്ട് അവരൊക്കെ എന്തും ചെയ്തിട്ട് അങ്ങ് പോവാന്നും പറഞ്ഞുകൊണ്ട് പോയി. അനിൽകുമാറിനെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകും. തിരുവനന്തപുരം റൂറൽ SP റേഞ്ച് DAGക്ക് ഇന്ന് റിപ്പോർട്ട് നൽകും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൗത്ത് IG ആയിരിക്കും നടപടി സ്വീകരിക്കുക. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.